വെള്ളത്തിൽ കളിക്കലെന്ന് പറഞ്ഞിട്ടില്ല മക്കളെ. ഇങ്ങ് വന്നേ. ഇന്ന് ആ വെള്ളം ഞാൻ തിരിച്ചു കോരി ഒഴിക്കണ്ടേ? പിന്നെ പൊന്നു അമ്മയടുത്ത് പറഞ്ഞില്ലേ പൊന്നുന്റെ കൂട്ടുകാരി ചക്കിയുടെ കഴുത്തി കിടക്കണ പോലത്തെ ഒരു മാല വേണമെന്ന്? അമ്മ ഒരു സൂത്രം കാണിച്ചേ. ഇഷ്ടപ്പെട്ടോ? അമ്മ ഇട്ടേ. പൊന്നിന് ഇഷ്ടായോ മാല? പിന്നെ അച്ഛൻ വരുമ്പോ മക്കള് ദൂരെ വെക്കണം കേട്ടോ. അച്ഛൻ രാത്രി കള്ളു കുടിച്ചല്ലേ വരിക? അതാ അമ്മയ്ക്ക് പേടി. കള്ളു കുടിച്ചാ മനുഷ്യൻ പ്രശ്നം ഉണ്ടാക്കും. എന്തേലും മക്കൾ ഊരി വെച്ചേക്കണം കേട്ടോ. അച്ഛൻ പോകുമ്പോ അമ്മ ഇട്ടുതരാം. അതൊരു മാല. അതെന്തിനാ അഴിച്ചു മാറ്റി അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്ക്. അതിട്ട് കൊടുക്ക അവക്ക്. ഞാൻ നന്നായിട്ട് ചേരണുണ്ടല്ലോ. വെച്ചേ. അച്ഛന്റെ പൊന്നുവിന് നന്നായിട്ട് ചേരണുണ്ട്. നീ ജോലിക്ക് പോയില്ലേ? പോയിട്ട് വന്നേ ഉള്ളൂ. ഒന്ന് കുളിക്കട്ടെ. ചായ എടുത്തു നീ. അമ്മ ഇത് അച്ഛൻ തന്നെയാണോ? അത് നമ്മളെ അമ്മയെ ആലോചിക്കുന്നേ. ചോക്ലേറ്റ് കഴിച്ചോ? ഞാൻ അച്ഛന് ചായ കൊടുക്കട്ടെ. ശീതള, രാത്രിയായില്ലേ? നീ ആടാ പോന്ന്? രാത്രി എങ്ങന്തേ? നീ 2 ദിവസം മുമ്പല്ലേ ജയിലിൽ നിന്ന് വന്നിന്? അതിന് ഇനി പോയിട്ട് അടിപൊളി ഉണ്ടാക്കണ. മിണ്ടാണ്ട് അവിടെ പോയി കുത്തിരിക്കേ. എനിക്ക് കയ്യില്ല. ശീതള, നീ ജയിലിൽ നിന്ന് വന്നു പറഞ്ഞ എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നാണ് ഞാനേ. ഞാൻ ദുബായിന്നൊന്നല്ലോ ഒന്ന്. ആരൊക്കെയാണ്? ഞാനേ പെണ്ണുങ്ങള് TV കണ്ടോണ്ടിരിക്ക, സീരിയല്. 9 മണി കഴിയാണ്ട് അവിടെ പോയിട്ട് കാര്യമില്ല. അപ്പൊ ഇപ്പം വന്നതറിഞ്ഞപ്പോ എന്താ അവനോട് ജയിലിലെ വിശേഷമൊക്കെ ചോദിച്ച് സമയം എടുപ്പോലെ വെച്ചിട്ട് വന്നതാ. ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയണം. ഇപ്പൊ 2 ദിവസം മുമ്പ് ജയിലിൽ നിന്ന് വന്നല്ലേ. ഇവനോടാ എന്ത് ഞാൻ പറയണ്ട എല്ലാം പറഞ്ഞു. അത് രസറിയാ, 1 മാസം മുമ്പ് ഒരു പെണ്ണിന്റെ പുറം തടവി മറ്റൊരു കേസ്. അത് പോലീസ് കേസായിട്ടില്ല. അതിപ്പോ പെണ്ണിനെ പുറം തണ്ടലെങ്ങാനും വേനിച്ചിട്ടുണ്ടാവും. പുറം വേനിച്ചപ്പോ ഒന്ന് ഒഴിഞ്ഞു കൊടുത്താവും. അത് ഇവനെതിരെ തടന്ന് വൈദ്യരല്ലേ തടണ്ട്. സുഗത, എങ്ങനെയെങ്കിലും ഒരിക്കലും പറഞ്ഞിട്ട് നേരെയാക്കി. എന്താ രാഘവട്ടങ്ങൾ പറഞ്ഞു? ഈ ചീഞ്ഞ പഴത്തിന് എന്തേലും ചെയ്തിട്ട് കാര്യമുണ്ട്? എടുത്ത് കളയാനല്ലേ പറ്റൂ. നീയല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞ് മന്മഥൻ എന്ന് പറഞ്ഞ ഒരാൾ ആരോ പറഞ്ഞ് നല്ല ഇതില് നല്ല സ്വഭാവമാക്കി മാറ്റി. എന്താ രാഘവട്ട, അതൊരു അത്ഭുതാട്ടോ. ഈ മന്മഥൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അത് നിങ്ങളുടെ മകൻ ശീതളിന്റെ പോലെ ഒന്നല്ല. 10 ഇരട്ടി അവനേക്കാ ഫ്രാഡാ. രാവിലെ ആയ വെള്ളടിച്ച് ഗാങ്ങായിട്ട് ചെന്ന് പാവപ്പെട്ട ആൾക്കാരെ ഒക്കെ പിടിച്ചു തല്ലും. അതെയാ? നാട്ടുകാരെ മാത്രല്ല, അവനൊരു പാവം ചെറിയൊരു പെൺകുട്ടി ഉണ്ട്. ആ കുട്ടീനെ വരെ തല്ലിത്രേ. ഭാര്യയുടെ മുടിക്കുത്തിനൊക്കെ പിടിച്ചടിക്കുന്നവരാണ്. അത്ര വൃത്തികെട്ടൊരു ജന്തുവാണ് ഈ മന്മഥൻ എന്ന് പറയുന്നത്. അങ്ങനെ അയാൾ ഒരു ദിവസം ഇലക്ട്രിസിറ്റി ഓഫീസിലെ ബില്ലടയ്ക്കാൻ, കറണ്ട് ബില്ലടയ്ക്കാൻ പോയതാ അത്രേ. അപ്പൊ അവിടുത്തെ ലൈൻമാൻ ഒരു സത്യശീലൻ പറഞ്ഞാണ് ഇയാളോട് അങ്ങോട്ട് തട്ടിക്കയറി. സാധാരണ നമ്മളോട് തട്ടിക്കയറി നമ്മളെന്താ ചെയ്യാ? അതിന്റെ ഇരട്ടി അങ്ങോട്ട് ചൂടാവില്ലേ? എന്നാ ഈ സത്യശീലൻ പറഞ്ഞ ആള് ഒരു അക്ഷരം ഉണ്ടാണ്ട് സൗമ്യനായി നിന്ന് കേട്ടിട്ട് ഇയാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഇയാളെ വണ്ടിയിലെ കയറ്റിട്ടാ പോയതാ പറഞ്ഞു.
അതെ. പിന്നെ കുറെ നേരം ഈ സത്യശീലൻ എന്ന് പറഞ്ഞ ആളുടെ കൂടെയാണ് മന്മഥന്റെ നടത്തം. ഏ. എന്നിട്ട് വീട്ടിലേക്ക് വന്നപ്പോഴോ ആളാകെ മാറി. കുട്ടിക്ക് പലഹാരം കൊണ്ടു കൊടുക്കണു, കുട്ടീനെ കൊഞ്ചണം, ഭാര്യയോട് ഇഷ്ടം, അതെ. നാട്ടുകാരോടൊന്നും ഒരു പ്രശ്നമില്ല. ആളങ്ങോട്ട് മാറിയുന്നു. ഭയങ്കര അത്ഭുതമായത്. എന്നാ നമ്മളെ ശീതളിനെ എങ്ങനെയെങ്കിലും നീ അയാളുടെ അടുത്ത് എത്തിച്ചിട്ട് ഒന്ന് പറഞ്ഞിട്ട് ശരിയാക്ക്. അയാളെ എങ്ങനെയെങ്കിലും അയാളുടെ അടുത്ത് എത്തിക്ക്. സത്യശീലന്റെ അടുത്ത്. അല്ല, അയാൾക്ക് നാട്ടുകാരെ ഉപദേശിച്ച് നന്നാക്കലല്ല പണി. അയാള് ലൈൻമാനാ. അല്ല, എന്നാലും എങ്ങനെയെങ്കിലും നീ അതൊന്ന് അയാളെ അതുപോലെ നമ്മളെ ഒരു രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടു തോതാ. ഈ മന്മഥന്റെ മനസ്സ് മാറിയ സ്ഥിതിക്കേ ശീതളിന്റെ മനസ്സ് മാറില്ല എളുപ്പാ. ഇതിലെവിടെ അടിക്കാനാട്ടായി? 50. ഓ, എല്ലാം പറ്റിപ്പീരാണല്ലോ. രണ്ട് തേട്ടി ചോദിച്ചേ. സാധനം ഇല്ല ഏട്ടായി. സാധനം ഇല്ലാന്നേ. ഇല്ലെന്ന് പറഞ്ഞാൽ നീ ഇന്നലെ സഞ്ചിയിൽ മേടിച്ചോണ്ട് ഞാൻ കണ്ടല്ലോ ഓട്ടോറിക്ഷക്ക്. ഈ പൊട്ടുമ്പളി സാധനം എടുക്ക്. കാശ് വേണ്ടേക്കാ. കാശ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് തരൂല്ലോ. അപ്പൊ നിനക്കല്ലേ തരണത്. നിങ്ങൾ തരാണ്ട് ഞാൻ പിന്നെ എങ്ങനെ മേടിക്കണ്ട? നീ ബീഡിയും സിഗരറ്റും വിറ്റിട്ടല്ലേ ഇത്ര 2 നിലയൊക്കെ വെച്ചത്. കാലം കുറയല്ലേ നീ ഇത് വിൽക്കാൻ തുടങ്ങിട്ട് ഇവിടെ ബ്ലാക്കില്. കുട്ടിച്ചെടുക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. എക്സൈസുകാർ വന്നാൽ അറിയില്ല, പീടി പൂട്ടി പോകും. എന്തൊരു വർത്താനം നിങ്ങൾ പറയണ? നീ കണ്ണീ കണ്ടവരോട് പറയണ പോലെ മാന്യന്മാരോട് വർത്താനം പറഞ്ഞ എന്താണ്? നിങ്ങൾ ഈ കാശ് തരാണ്ട് കാര്യം നടക്കൂല. അതെ, ഒന്ന് കാണണമല്ലോ. ഞങ്ങൾ വേറെ പോയിക്കോളാം. നമുക്ക് പോവാം. ഈ കച്ചവടം നടത്തുന്നത് ഇവിടെ വെക്കുന്നു. വേണ്ട, കുഴപ്പമില്ല. നാളെ തന്നാ മതി. എന്ത് നാളെ തന്നാ മതി. നിന്റെ ഔദാര്യം വേണ്ട. ഇല്ല, കുഴപ്പമില്ല. തരാൻ ആരെങ്കിലും ഉണ്ടാന്ന് നോക്കട്ടെ. ആദ്യം പറഞ്ഞേ സാധനം എടുക്കേ. ഏതാ വേണ്ട? വിസ്കിയാ റമ്മ ബ്രാൻഡിയാ? ഏതാ വേണ്ടെന്ന് വെച്ചാൽ എല്ലാത്തിലും നീ വെള്ളം ഒഴിച്ചു വെച്ചേക്കല്ലേ. അത് മാത്രം ഞാൻ മായം ചേർത്തെന്ന് പറയരുത്. വെള്ളം ഒഴിക്കാതെ. നമ്മളിവിടെ ഇരുന്ന് ആരും വരൂലടാ. ഉപ്പല്ലേ? എന്തോട്ടാടാ അതിൽ അളക്കാനുള്ളത്? അതിൽ ഒഴിക്കത് വെള്ളം സോഡ. വെള്ളം ഒഴിക്കും. ഇനി സോഡയുടെ അച്ഛനുള്ള കാലത്ത് തുടങ്ങിയാ ഈ അളക്കല്. എന്റെ അളവൊക്കെ എപ്പോഴും കറക്റ്റ് ആയിരിക്കും. പെട്ടെന്ന് പെട്ടെന്ന് ടച്ചപ്പ് എടുക്കളാ. നാരങ്ങ മുട്ടായി എന്റെ നോക്കിയോ. നാരങ്ങ മുട്ടായി നാരമുട്ടായി അങ്ങോട്ടാ. ടച്ചപ്പിനൊക്കെ എന്തെങ്കിലും കൊണ്ടൊക്കെട്ടായി. കാശ് കൊടുക്കണ്ടേ ഇതിനും? ഇത് വെറുതെ കൊടുക്കലല്ലോ, പൈസ തരൂല ആൾക്കാർ. പിന്നെന്താ? എടാ എത്രയെന്ന് വെച്ചാൽ നീ എഴുതി വെച്ചോ. ആരെങ്കിലും വന്ന് വീണ അവരെ പറ്റിച്ചാ പൈസ അങ്ങോട്ട് തരും. എഴുതി എഴുതി ബുക്ക് കണ്ടോ നിങ്ങൾക്ക് എഴുതിയത്? അതെ, 2 ലാർജ് കൂടെ എടുത്തോ. ചാർജാ എടുക്കടാ. അതെ, വേറെ ആയിക്കോട് പറ്റു കൊടുക്കാൻ നിൽക്കണ്ട കേട്ടാ. നമുക്കിത് കൊണ്ടു നടക്കണ്ടേ. ഇവിടെ പട്ടിക്കാട്ട് ഇരിപ്പുണ്ടോ? ഉണ്ട്. ഒരു പാക്കറ്റ് എടുത്തോ. അധികം വെക്കണ്ട കേട്ടാ, പവർ കൂടൂല. എടാ കാലം അത്ര ആര് ചെയ്ത് വെക്കാൻ തുടങ്ങിട്ട്. മാറ്റിക്കോ മാറ്റിക്കോ. ഹലോ, ഈ മണ്ടോതിരി ടീച്ചറുടെ വീട് എവിടെയാ? മണ്ടൂർ ടീച്ചർ നമ്മളെ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറല്ലേ? അതെ. അത് ഇവിടുന്ന് അങ്ങോട്ട് പോയാലേ ഇവിടെ ഇടതു ഭാഗത്തൊരു അമ്പലമുണ്ട്. അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് മഞ്ഞ പെയിന്റ് അടിച്ചൊരു വീട്. അമ്പലമായില്ല അല്ലേ? അല്ല, ടീച്ചർ അവിടെ ഇല്ലല്ലോ. ഇല്ല, ഞാൻ ഒരു വണ്ടിയുടെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. ടീച്ചറിന്റെ വണ്ടി കൊടുക്കാനെന്ന് പറഞ്ഞു. പക്ഷെ അത് വിറ്റില്ല. ഇല്ല, ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. വിറ്റില്ല. അത് വിറ്റ്. ടീച്ചറുടെ വണ്ടി വിറ്റുപോയി. അത് കൊടുത്തുപോയി. അതിന്ന് രാവിലെ ഒരുത്തം വന്ന് എടുത്തോണ്ട് പോയല്ല. അയ്യോ, അപ്പൊ ഞാൻ ഇന്നലെ വിളിച്ചല്ലോ. ഇന്ന് രാവിലെ അച്ചോടായത്. അയ്യോ, നല്ല വണ്ടിയേനെ. നല്ല വണ്ടിയായിരുന്നു. അപ്പൊ അത് പറഞ്ഞില്ല അവര്. എവിടുന്നാ പറഞ്ഞു? ഞാൻ ഇവിടെ അടുത്ത് തന്നെ. വണ്ടി എടുക്കാനാ? കാറ് നോക്കാൻ വേണ്ടിട്ട്. അതെ, ഒരു ഉഗ്രം വണ്ടിയുണ്ട്. നമ്മുടെ പ്രശാന്ത് പിള്ള ഡോക്ടർ ഇല്ലേ? പുള്ളി ഉപയോഗിച്ചതാണ്. ഒരു i20 വൈറ്റ് കളർ. 10-15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുള്ളി അത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? പോയി നോക്കാം. ഏതായാലും ഇറങ്ങിയല്ലോ. നിങ്ങൾ ഭാഗ്യമുള്ള ആളാണ്. കിട്ടില്ല വണ്ടിയാണ്. ഉഗ്രം വണ്ടിയാണ്. അത് പ്യാരി പറഞ്ഞാലേ കിട്ടുള്ളൂ, വേറെ ആരും പറഞ്ഞാൽ കിട്ടൂല. ഒരമ്മാരി കണക്ഷനാ. അതെ, നമ്മളിപ്പോ ബന്ധമല്ല. അങ്ങനെ പുള്ളിക്ക് തന്നെ അങ്ങോട്ട് ഒപ്പിച്ചു കൊടുക്കാം അല്ലേ? കട്ടൻ ചായ എടുക്ക്. ഒരു ചായ പറഞ്ഞിട്ടിരിക്കായിരുന്നു. ചായ കുടിക്കണം. വലിച്ചു കുടിച്ചാൽ മതി. ചൂടായി തണുത്തുപോയി.
കേറ് കേറ്. അല്ല ആരാ ആരാ വരുന്നത്? രണ്ടാളും വരുന്നുണ്ട്. അല്ല മൂന്നാള് കേറില്ല. അത് സാരില്ല. മൂന്നാള് വണ്ടി കയറിക്കൂടാ. ഇവിടെ പ്രശ്നമില്ല, ഹെൽമെറ്റ് ഇടാണല്ലേ അതെ, ഹെൽമെറ്റേ ഇല്ല. പിന്നെ ഇനി ഇവിടെ മൂന്നാള് CCTV ക്യാമറ ഇല്ല, പോലീസും അല്ല ഇവിടെ പ്യാരി പറയണോടത്തൊരു അല്ല മൂന്നാള് കയറാൻ പിന്നെ പറ്റില്ല. I-20 അങ്ങോട്ട് സ്വന്തം ഇതൊക്കെ അങ്ങോട്ട് പോയില്ല. അങ്ങോട്ട് പോട്ടെ. നേരല്ലേ നേരല്ലേ. എന്തോ ഒരു മണം ചേട്ടൻ ചെറുതടിച്ചിട്ടുണ്ടാ. അപ്പുറത്തില്ലേ? ഇന്നലെ എന്താ ഇടി മഴയില്ലേ? എല്ലായിടത്തും കംപ്ലൈന്റ് അല്ലേ? എല്ലാം പോയി. ആ ഞാനേ സത്യശീലിനെ വിളിച്ചിരുന്നു. അപ്പൊ ഇവിടെ പണിന്ന് പറഞ്ഞു. സത്യത്തിൽ ഉണ്ടോ? ഉണ്ട്. എവിടെ? രണ്ടാമതില് അതിന്റെ അപ്പുറത്തുണ്ട്. അതെയാ, മതിൽ. ഒന്ന് കാണട്ടെ എന്നാ. ഈ മനോഹര ഭൂമിയിൽ ഇനി ഒരു ജന്മമില്ലല്ലോ സുഹൃത്തെ ആസ്വദിക്കുക. സത്യേട്ടാ, ഈ പാരിയുടെ കൈ കൊണ്ട് ഒരെണ്ണം കിട്ടി അങ്ങോട്ട് കുടിച്ചു തുടങ്ങിയ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. സത്യേട്ടാ, 5 നേരം നിസ്കാരം ഉണ്ടായ മനുഷ്യനാണ്. എന്നെ പരിചയപ്പെട്ട് എൻജോയ് ലൈഫ്. സത്യം പറഞ്ഞ നിങ്ങളുടെ കൂടെ കൂടിയതിന് ശേഷമാണ് എനിക്ക് ജീവിതം എന്താന്നുള്ള മനസ്സിലായല്ലോ. ഇപ്പൊ ഒരു സന്തോഷം ആനന്ദമൊക്കെ ഉണ്ട്. ഉണ്ടല്ലോ. മറ്റേതെന്താ അറിയോ? ഓഫീസ് വീട് വീട് ഓഫീസ്. സത്യം പറഞ്ഞ ജീവിതം മടുത്തു. ആളുകളുടെ മുമ്പില് സത്യശീലൻ ഇത്ര ഒരു നല്ല മനുഷ്യനില്ല. എന്ത് കാര്യത്തിന് സർട്ടിഫിക്കറ്റ്? എന്റെ സത്യേട്ടാ, കൊറേ തെണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോവാ, വൈകുന്നേരം കൃത്യമായിട്ട് വീട്ടിൽ വരാ, ഭാര്യനെ ചതിക്കൂല. എന്റെ ഒരു അഭിപ്രായം എന്താന്ന് അറിയാമോ സത്യേട്ടാ? നമുക്ക് ആയുസ്സും ആരോഗ്യവും ആവതും ഉള്ളപ്പോ പരമാവധി എൻജോയ് ചെയ്യണം. കള്ളും എന്തൊക്കെ സാധനം എന്ന് വെച്ചാൽ അവിടെ ഉപയോഗിക്കാം. പിന്നെ ഒരു 19 വയസ്സായി എണീറ്റ് നടക്കാൻ പാകതില്ലാതെ കസേരയും ഇങ്ങനെ കിടക്കുമ്പോണ്ടല്ല, പിള്ളേര് എന്ത് അലമ്പ് കഴിച്ചാലും നമുക്ക് സങ്കടം തോന്നരുത്. ഞങ്ങൾക്ക് ഇത് ചെയ്തു. പിന്നെ എന്താ ഇപ്പൊ 2 തെണ്ടികൾ പോസ്റ്റിൽ നിന്ന് പണിയെടുക്കണത്. നമ്മളെവിടെയാണ്? ഫ്ലൈയിങ് ആണ്. നമ്മള് ഫ്ലൈയിങ് ആണ്. നമ്മ ഇത് കുടിച്ച് വെളിവില്ലാതെ വീട്ടിൽ ചെന്ന് കിടന്ന് നമുക്കൊരു നെഞ്ചുവനൊന്ന് മരിച്ചു പോയിക്കോട്ടെ, നമ്മൾ അറിയൂലല്ല അല്ലേ? നമ്മ അറിയോ? മറ്റത് വലിച്ച് കൊരച്ച് ചുമച്ച് വെപ്പിച്ച് ചേട്ടാ, ഞങ്ങളെ കൂടെ കൂടിയുണ്ടല്ലോ നിങ്ങൾക്ക് പരമാനന്ദ. നിങ്ങളെ ജീവിതത്തില് നല്ല കാലം വരും. ഞാൻ അവിടെ നിന്ന് പോയോട്ടെ. കപ്പലിന്റെ മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.